ശബരിമലയിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്ന് രാവിലെ 6 മണിവരെ 22,637 പേരാണ് സന്നിധാനത്തെത്തിയത്. മഴയും ചുഴലിക്കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞു. സന്നിധാനത്ത് ശനിയാഴ്ച രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്നുണ്ട്. മഴ കാരണം പരമ്പരാഗത കാനനപാത അടച്ചു. പമ്പ അടക്കമുള്ള നദികളിൽ ഇറങ്ങുന്നതിനും നിയന്ത്രണമുണ്ട്. CV അനുമോദാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. അനുമോദ് കൂടെ ചൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മഴ തുടരുകയാണോ അവിടെ? അശ്വതി, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് മഴ തുടരുന്നുണ്ട്. ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയും സമാനമായ അന്തരീക്ഷമായിരുന്നു. ഇന്നും രാവിലെ മുതൽ നമുക്ക് ഇതാണ് ഇവിടെ കാണാൻ കഴിയുന്ന അവസ്ഥ. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് വ്യത്യാസം മഴയെ വകവയ്ക്കാതെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെ കനത്ത മഴ കാരണം പമ്പയിൽ നിന്നും മല കയറാൻ കഴിയാതിരുന്ന തീർത്ഥാടകരൊക്കെ ഇന്ന് പുലർച്ചെയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ 67,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. 10,000-ലധികം പേര് വിർച്വൽ ക്യൂ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് അധികവും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ എത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് പുലർച്ചെയുടെ മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പമ്പയിൽ നിന്നും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട്. 4,000-നും 5,000-നും ഇടയ്ക്ക് തീർത്ഥാടകർ ഒരു മണിക്കൂറിൽ 18ാം പടി കയറുന്നുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ സഞ്ചാരം നിരോധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തീർത്ഥാടകരെ നിരോധിച്ചിരുന്നു. കാരണം മഴയിൽ പാറക്കെട്ടുകളിലൊക്കെ തീർത്ഥാടകർ വീണ് അപകടം പറ്റുന്ന സാഹചര്യമുള്ളതുകൊണ്ട് അത് മുൻനിർത്തിയാണ് അത്തരത്തിൽ തീർത്ഥാടകരെ പരമ്പരാഗത കാനനപാത വഴിയും ഇനിയിപ്പോൾ പുല്ലുമേട് വഴിയും നിരോധിക്കാനുള്ള തീരുമാനം വരുന്നത്. എന്നാണെങ്കിലും മഴ നല്ല രീതിയിൽ തന്നെ തീർത്ഥാടകരെ വരവിനെ ബാധിച്ചിട്ടുണ്ട് സന്നിധാനത്ത്. ഇന്നിപ്പോൾ രാവിലെ നല്ല തിരക്കുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു രീതി ഉച്ചയോടെ തിരക്ക് കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. സമാനമായ അവസ്ഥ തന്നെയായിരിക്കും. കാരണം പമ്പയിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പമ്പയിലടക്കം കുളിക്കാൻ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. സുരക്ഷിതമായിട്ട് മാത്രമേ എല്ലാ കടവുകളിലും ഇറങ്ങാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തീർത്ഥാടകരും ഈ മഴ കാരണം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് സന്നിധാനത്ത് ഉള്ളത്. നമുക്ക് തീർത്ഥാടകർക്ക് അവരെല്ലാം തന്നെ സ്വാമി ദർശനം കഴിഞ്ഞു. ആദ്യം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഇപ്പൊ തിരിച്ചെത്തിയേക്കുന്നത്. മഴ നിങ്ങളെയൊക്കെ ബാധിച്ചു? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ശരിക്കും മക്കളൊക്കെ ആയിട്ട് വരുമ്പോ പുറത്ത് ഒരുപാട് നേരം കാത്തിരുന്നിരുന്നു. മഴയായതുകൊണ്ട് കുറച്ച് സ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നമുക്ക് വരാൻ പറ്റി. ദർശനം കിട്ടിയായിരുന്നു. തലേദിവസം തന്നെ ദർശനം കിട്ടി. ഇപ്പൊ രണ്ടാമത് ശബരിശൈലാഗ്രത്തിൽ 18 മടി നീരെ വാണരുളിടുന്നു മലയാള നാടിന്റെ ഭാഗ്യദേവൻ. എറണാകുളത്ത് നിന്ന്. എങ്ങനെയാണ് സ്വാമി മഴ? മഴ കുറച്ച് ബുദ്ധിമുട്ടായി. റെയിൻകോട്ടൊക്കെ ഉള്ളാറും കുഴപ്പമില്ല. മല കയറാനൊക്കെ ബുദ്ധിമുട്ടായോ? ഇല്ല, കുഴപ്പമുണ്ടായില്ല. ഇന്നലെ പമ്പയിൽ ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. ചെറിയ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവരാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വന്നത്. എവിടുന്ന സ്വാമി? എവിടുന്ന വരുന്നത്? പാലക്കാട്. പാലക്കാട്. മഴ കാരണം ആകെ ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഭഗവാനെ കണ്ടിട്ട് പോകാതെ വിചാരിച്ചിട്ടാണ്. എവിടെ കാത്തു നിൽക്കേണ്ടി വന്നോ? ഇല്ല, കുറച്ചു നേരം കാത്തു. സോമാളിപുറമായിട്ടാണോ? അതെ. തിരുവല്ല. ഇന്നലെ പുറപ്പെട്ടാണോ? ഇന്നലെ പുറപ്പെട്ടാണ്. ഇല്ല. നല്ല മഴയായിരുന്നു. പക്ഷെ നടന്നു കയറാൻ പറ്റി. എന്താണ് വാളിപ്പുറത്തിന്റെ പേര്? ജാനകി. എന്താ മഴ കാരണം ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഗുരുവായൂരിനാണ് വരുന്നത്. 12ാമത്തെ വർഷമാണ്. ഇതിന്റെ മോൻ അമ്പാടിസാണ്. ഇന്നലെ എപ്പോഴാ പമ്പയിലെത്തിയത്? ഇന്ന് പുലർച്ചെ 4 മണിക്ക്. ഞങ്ങൾ ബസ് KSRTC ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. കുറച്ചു നേരം ബുദ്ധിമുട്ടിയാലും അയ്യം കാത്തു. 2-3 മണിക്കൂറിന് കയറാൻ കഴിഞ്ഞു. 2 മണിക്കൂർ. 22ാമത്തെ വർഷം. അതാണ് അശ്വതി. ഇന്ന് രാവിലെ പമ്പയിൽ നിന്നും ഇവിടെ എത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ തീർത്ഥാടകരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 3 മണിക്കൂർ കൊണ്ടൊക്കെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴയുണ്ട്. പലയിടത്തും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് മഴയും കോടമഞ്ഞും ഒക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള
ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻകൂട്ടി പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സന്നിധാനത്തുണ്ട്. എന്നാൽ തന്നെയും തീർത്ഥാടകരുടെ പ്രവാഹത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത്. തീവണ്ടികളുടെ ക്യാൻസലേഷനും വിമാനങ്ങളുടെ ക്യാൻസലേഷനും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ വരാൻ കഴിയാത്തവർ ഇനി ഒരുമിച്ച് വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ചില പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗവും ചേരുന്നുണ്ട്. എന്ത് തീരുമാനമെടുക്കണം? കാരണം ഒന്നിച്ച് ഈ ദർശനത്തിന് ബുക്ക് ചെയ്തവരാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒന്നിച്ച് വരുന്ന സാഹചര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ അവർക്ക് ചില സൗകര്യം ചെയ്ത് കൊടുക്കുക, അതിനൊക്കെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് യോഗം ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മഴയെ വകവയ്ക്കാതെ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നു എന്ന് നമുക്ക് പറയാം. മണിക്കൂറിൽ 4000-നും 5000-നും ഇടയ്ക്ക് തീർത്ഥാടകർ 18-ാം പടി കയറുന്നുണ്ട്. പ്രത്യേകം പറയേണ്ട കാര്യം, ഇവിടെ എത്തുന്നവർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല. ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തീർത്ഥാടകരെ സംബന്ധിച്ച് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ സുഗമമായ തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. അശ്വതി. ശരി, ശബരിമലയിൽ മഴ തുടരുകയാണ്. CV അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.